നമസ്കാരം, ഞാൻ വിനോദ് പണിക്കർ, പാലക്കാട്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സമാധി എന്നാൽ എന്ത്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് തുടങ്ങിയ വിഷയങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ വളരെ വിവാദമായ ഒരു വിഷയമാണ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടിട്ട് ചില തർക്കങ്ങളും ചില ആശങ്കകളും ഒക്കെ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പലരും എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, എന്താണ് ഇതിലെ ശരി, എന്താണ് സമാധി, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് ശരിയാണോ തെറ്റാണോ, അങ്ങനെയുള്ള പല സംശയങ്ങളും സാധാരണ ഉള്ള പോലെ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ പലരും പല രീതിയിലാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല ചിലരുടെ ഫേസ്ബുക്ക് പേജുകളിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ ഈ സമാധി എന്ന സങ്കല്പത്തെ മോശമായിട്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ എഴുതിയിരിക്കുന്നതും ഞാൻ കണ്ടു. അപ്പോൾ ഇതൊരു കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണ നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് എൻ്റെ ചില നിരീക്ഷണങ്ങളാണ്, ചില അഭിപ്രായങ്ങളാണ്. ഇതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, എങ്കിലും സാധാരണ മനുഷ്യന്മാർക്ക് ഈ എന്താണ് ഹൈന്ദവ വിശ്വാസപ്രകാരം സമാധി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് എന്താണെന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് സമാധി എന്നത് ഒരു സന്യാസ ഭാവത്തിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്വാമി മരണപ്പെട്ടാൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ പറയാറുണ്ട് ഇന്ന സ്വാമി സമാധിയായി. അപ്പോൾ സമാധി എന്നത് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദമായിട്ടാണ് നമ്മൾ പൊതുവെ കേൾവി. രാജാവ് നാട് നീങ്ങി എന്ന് പറയാറുണ്ട്, ഇന്ന ആള് ഇഹലോകവാസം വെടിഞ്ഞു, അങ്ങനെ കേൾക്കാറുണ്ട്. ഇപ്പോൾ ആനയാണെങ്കിൽ ആന മരിച്ചു എന്ന് പറയില്ല, ആന ചെരിഞ്ഞു. കാക്ക ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറയാറില്ലോ, കാക്ക ചത്തു എന്നാ പറയുക. അതുപോലെ ഇപ്പോൾ തിരുമേനി കാലം ചെയ്തു, അല്ലേ, അങ്ങനെയുള്ള പല പദങ്ങളും. അതുപോലെ തന്നെ രാജാവ് തീപ്പെട്ടു, ഇങ്ങനെയൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇതൊക്കെ ഈ പദങ്ങളൊക്കെ ഒരാളുടെ മരണത്തെ വിശേഷിപ്പിക്കാനാണ്. ഔപചാരികമായിട്ട് പറയുന്ന പദങ്ങളാണ്. ഇപ്പോൾ കാലം ചെയ്തു, നാട് നീങ്ങി, തീപ്പെട്ടു, ആന ചെരിഞ്ഞു, ഇഹലോകവാസം വെടിഞ്ഞു, അതുപോലെ തന്നെ സമാധിയായി എന്നൊക്കെ ഒരാളുടെ സ്ഥാനത്തിനും മാനത്തിനും അനുസരിച്ചിട്ട് അവരുടെ മരണത്തെ ഔപചാരികമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു വിശേഷ പദമാണ്. അങ്ങനെയാണ് നമുക്കൊക്കെ ഈ സമാധി എന്നത് കേട്ടുകൾ. അപ്പോൾ ഇവിടെ സന്യാസഭാവത്തിലുള്ള അല്ലെങ്കിൽ സ്വാമി ആയിട്ടുള്ള വ്യക്തികൾ മരണപ്പെടുമ്പോൾ സമാധിയായി എന്ന് പറയുന്നു. അപ്പോൾ ഇത് മരണത്തോടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ മരണത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ്. അതോടൊപ്പം തന്നെ മരണാനന്തരം, ഇപ്പോൾ സന്യാസഭാവത്തിലുള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സാധാരണ തന്നെ നമ്മുടെ അച്ഛൻ, അമ്മ, ഗുരുക്കന്മാർ, പിതാക്കന്മാരൊക്കെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ പല വീടുകളിൽ, തറവാടുകളിലൊക്കെ അച്ഛൻ്റെ സമാധി, അമ്മയുടെ സമാധിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ശവക്കല്ലറ എന്ന രീതിയിലാണ് നമുക്കിവിടെ സമാധി പറഞ്ഞ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്. അടക്കം ചെയ്ത സ്ഥലം അല്ലെങ്കിൽ ശവക്കല്ലറ, അച്ഛൻ്റെ സമാധി പറഞ്ഞാൽ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലം, അല്ലെങ്കിൽ അവിടെ ഒരു ഇത് കെട്ടി സ്മരണാർത്ഥം ഒരു തെട്ട് കെട്ടി സമാധിയായിട്ട് ആചരിച്ചു വരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവാറുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ സമാധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മരണാനന്തരം സംഭവിക്കുന്ന ഒരു വിഷയമല്ല, മറിച്ച് സമാധി എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ സമാധി എന്ന് പറഞ്ഞാൽ സാമാന്യം നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കണം. എന്നാൽ സമഹധി, ഇത് സമാധി എന്നാണ്. അപ്പോൾ നമ്മളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി അഥവാ ജ്ഞാനം അഥവാ അൾട്ടിമേറ്റ് നോളജ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അൾട്ടിമേറ്റ് നോളജിന് അല്ലെങ്കിൽ ഏറ്റവും വലിയ ജ്ഞാനത്തിന് സമമാവുന്ന അവസ്ഥയിൽ നമ്മൾ എത്തുന്നത് എന്തോ, അല്ലെങ്കിൽ അതിന് സമമായി എത്തുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയാം. തന്നിൽ തന്നെ, നമ്മളിൽ തന്നെ സമാഹിതനായിരിക്കുന്ന അവസ്ഥ. നമ്മളിൽ തന്നെ സമാഹിതനാകുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മൾക്ക് ജ്ഞാനവൈരാഗ്യ സിദ്ധി ഉണ്ടായി, നമ്മൾക്ക് ഭൗതികമായ തലങ്ങളിൽ നിന്ന്
നാം തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ബോധതലത്തിലേക്ക് ഉയർന്ന് ഏകാഗ്രമായ ചിത്തം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഭാവം ഈശ്വരാർപ്പിതമായിട്ട് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന ഭാവത്തിൽ തന്നിൽ തന്നെ നമ്മളിൽ തന്നെ സമാഹിതമാവുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുക. അപ്പോൾ അത് മരണാനന്തരം എത്തപ്പെടേണ്ടതാണോ ചോദിച്ചാൽ അല്ല. അല്ലെങ്കിൽ അതൊരു സന്യാസിക്ക് മാത്രം എത്തപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പം അതെന്താണ്? നമ്മൾക്ക് ഈശ്വരജ്ഞാനം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ അഥവാ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ധാരണ, അതിന് സത്യത്തിൽ അതാണ് പറയേണ്ടത്, ധാരണ എന്നാണ് അതിന് ശരിക്കും പറയുക. കാരണം അത് ആ സ്ട്രോങ് ആയ അല്ലെങ്കിൽ സ്റ്റേബിളായ മെൻറ്റാലിറ്റി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഏകാഗ്രമായ തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ അത് അൾട്ടിമേറ്റ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലെവല്, പരമജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചശക്തിക്ക് സമമാണ് എന്നുള്ള തിരിച്ചറിവ്. അതാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ നമ്മൾ എത്തിച്ചേരേണ്ട തലമാണ്. അല്ലാണ്ട് അത് മരണാനന്തരം നമ്മൾക്ക് കിട്ടേണ്ടതല്ല. മരണാനന്തരം സ്വർഗമോ നരകമോ ഒന്നും ഹൈന്ദവ ധർമ്മശാസ്ത്രത്തിൽ പറയപ്പെടുന്നില്ല. അതൊന്നും അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് കാലാകാലം നിലനിൽക്കുന്നതല്ല എന്നും കൂടി പറഞ്ഞു. സ്വർഗത്തിനും നരകത്തിനും അപ്പുറം നമ്മൾക്ക് പുനർജന്മങ്ങൾ ഇല്ലാത്ത ഒരു തലത്തെയാണ് അതിനും മേലെയായിട്ട് ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞത്. അത് നോളേജാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ തന്നെയാവുന്നു ഈശ്വരൻ, ഞാൻ തന്നെയായിരുന്നു ബ്രഹ്മം എന്നുള്ള തിരിച്ചറിവാണ്. അതാണ് ധാരണ. ആ അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നതാണ് സത്യത്തിൽ സമാധി അഥവാ സമഹധി. ഇത് സമാധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ നമ്മുടെ പാരമ്പര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സമാധി എന്ന് പറയുന്നത് ഒരു വ്യക്തി എത്തേണ്ടതും സമാധി ഇരുത്തുക. അപ്പോൾ നമ്മൾ മരണാനന്തരം സ്വാമിമാരെയും ഗുരുക്കന്മാരെയൊക്കെ സമാധി ഇരുത്തുക എന്നൊരു ചടങ്ങുണ്ട്. അത് വേദാന്തിക്കായിട്ട് പറയുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും വേദതലങ്ങളിൽ പറയപ്പെടുന്നതല്ല. മറിച്ച് ഇപ്പോൾ സമാധിയാവുക പറഞ്ഞാൽ എന്താ? സമാധി എന്ന പദം ഞാൻ പറഞ്ഞു, നമ്മളിൽ തന്നെ സമാഹിതനായ തത്വജ്ഞാന ബോധമുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ എത്തി എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തി. ഇപ്പം നമുക്ക് ഒരാൾ തത്വജ്ഞാനത്തിലേക്ക് എത്തിയോ എന്ന് വേറൊരാൾക്ക് എങ്ങനെ തിരിച്ചറിയിച്ചാൽ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പോൾ വേറൊരാൾ പൂർണ്ണമായ തത്വജ്ഞാന കിട്ടിയ ഒരാളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് സന്യാസഭാവത്തിലോ ഗുരുസ്ഥാനീയരോ ആയിട്ടുള്ള ഉപാസക തലത്തിലൊക്കെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ഒരു വ്യക്തികൾ ആ തത്വബോധത്തിലേക്ക് എത്തിയവരാണ് എന്നുള്ള നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് സമ്പ്രദായങ്ങൾക്ക് അനുസരിച്ചിട്ട്, വിവിധ സമ്പ്രദായങ്ങൾക്കനുസരിച്ചിട്ട് ഒരു വ്യക്തിയെ ആ ഗുരുസ്ഥാനീയനോ അല്ലെങ്കിൽ ആ സ്വാമി ഭാവത്തിലുള്ള ആളോ മരണാനന്തരം ചെയ്യുന്ന ചടങ്ങ്, അവരെ അടക്കം ചെയ്യുന്ന ചടങ്ങാണ് സന്യാസം, അല്ലെങ്കിൽ അത് സന്യാസത്തിൽ എടുത്തുള്ളവർക്കുള്ള ചടങ്ങാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇവരെ ഭൂമിക്കടിയിൽ കുഴിയുണ്ടാക്കി അതിൽ പത്മാസനത്തിൽ അവരെ പ്രതിഷ്ഠിച്ച്, സാമാന്യ ഭാവമുണ്ട്, വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്, എങ്കിലും സാമാന്യ ഭാവത്തിൽ പത്മാസനത്തിൽ അവരെ ഇരുത്തി അതിൽ ഭസ്മലേപനം, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ, ഉപ്പ്, കർപ്പൂരം പോലുള്ളവ ഇട്ട് ഈ ബോഡി അഴുകിയാൽ കൂടി അതിൻ്റെ അവശിഷ്ടങ്ങൾ മണ്ണിൽ ദൂരയിലേക്ക് പടരാതിരിക്കാൻ, അതായത് അടുത്തുള്ള ജലാശയങ്ങളിലേക്കോ മറ്റോ ഒന്നും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ മണ്ണിലൂടെയോ ജലത്തിലൂടെയോ പകരാതിരിക്കാൻ നമ്മൾ അതിനെ ഉപ്പും സുഗന്ധദ്രവ്യങ്ങളും മറ്റുമൊക്കെ വെച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിന് വിധിയാം പ്രകാരം ഇരുത്തി അതിന് മേലെ ശിലാഫലം കൊണ്ട് മൂടി, ഏറെ കടക്കാത്ത രീതിയിൽ ശിലാഫലം കൊണ്ട് മൂടി, അതിന് നമ്മൾ അതിൻ്റെ മുകളിൽ പലപ്പോഴും ശിവലിംഗ പ്രതിഷ്ഠ നടത്തി അവിടെ ആ ഗുരുസ്ഥാനീയനെ അല്ലെങ്കിൽ അവിടെ നമ്മൾ ദൈവമായി കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗുരുവായി കാണുന്ന വ്യക്തിയെ ആരാധന ചെയ്തു വരുന്ന സമ്പ്രദായമാണ് സമാധി ഇരുത്തുക എന്ന് പറയുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ സമാധി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും പുച്ഛമായി കാണുമ്പോൾ നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ നമ്മൾ അഖണ്ഡ ഭാരതത്തിലുടനീളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ എല്ലാവിടെയും ഈ സമാധി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ആരാധിക്കുന്ന മഹാക്ഷേത്രങ്ങൾ പലതും പല
ഗുരുക്കന്മാരുടെയും സമാധിയായിരുന്നു. നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളുടെയൊക്കെ ചരിത്രം അല്ലെങ്കിൽ ക്ഷേത്രാരാധനയുടെയൊക്കെ ചരിത്രത്തിലേക്ക് നമ്മൾ പിന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ ഇന്ന് വലിയ രീതിയിൽ ആചാരത്തോടുകൂടിയും സങ്കല്പത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയൊക്കെ നമ്മൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പല ക്ഷേത്രങ്ങളുടെയും അടിയിലുള്ളത് ഇതുപോലുള്ള സമാധിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ക്ഷേത്രാരാധനയുടെ പ്രാരംഭം എന്ന് പറയുന്നത് ഇമാതിരിയുള്ള സമാധികളും അതുപോലെ തന്നെ നനങ്ങനടിക്കുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള ആചാരങ്ങളിൽ നിന്നുമൊക്കെയാണ് തുടങ്ങിയത്. അതായത് ഇന്നുള്ള ക്ഷേത്രങ്ങളുടെ പൂർവാവസ്ഥ നോക്കിയാൽ അതിൻ്റെ പ്രാരംഭം എന്ന് പറയുന്നത് പലപ്പോഴും സമാധിയിൽ നിന്നായിരുന്നു. ഇപ്പം നമ്മൾ പഴനിമലയിൽ പോകുന്നു, അതുപോലെ തന്നെ അവിടെ ഭോഗർ എന്ന് പറയുന്ന സിദ്ധൻ്റെ സമാധിയുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും വിശ്വാസത്തോടു കൂടി പഴനിമലയിൽ പോയി മുട്ടയടിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഭോഗർ എന്ന് പറയുന്ന സിദ്ധൻ്റെ സമാധിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സിദ്ധ പരമ്പര, ഇപ്പോൾ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആള് മരണത്തെ നിർണയിച്ച് അവിടെ പോയി ഇരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ശരിയോ തെറ്റോ എന്നൊക്കെ പറയുമ്പോഴും നമ്മളുടെ പാരമ്പര്യത്തിൽ സിദ്ധ പരമ്പര എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ അവർ പ്രധാനമായിട്ടും പ്രാണനെ ആണ് ഉപാസിക്കുക. അപ്പോൾ അവിടെ ഈ പ്രാണോപാസന ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ പ്രാണനെ നിയന്ത്രിച്ചുകൊണ്ട് അവർക്ക് അവരെ ഉദ്ദേശിക്കുന്ന സമയത്ത് സമാധിയാകാൻ ജീവൻ വെടിയാനുള്ള സിദ്ധിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ പാരമ്പര്യം എടുത്താൽ സ്വാമി വിവേകാനന്ദൻ അടക്കമുള്ളവർ ഇതേപോലെ പ്രാണനെ നിയന്ത്രിച്ച് ആ ദശപ്രാണനെ സുഷുമ്നാ നാഡിയിലൂടെ പ്രവേശിപ്പിച്ച് അത് സഹസ്രാര പത്മം വഴി, അതായത് ശിരസിലൂടെ പുറമേക്ക് എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈദിക സമ്പ്രദായത്തിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേദാന്ത തലത്തിലൊക്കെ സന്യാസ ഭാവത്തെ അല്ലെങ്കിൽ സമാധി എന്ന അവസ്ഥയെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ യോഗതന്ത്രത്തിൻ്റെ ഭാഗമായി സമാധി എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അത് യോഗതന്ത്രം അല്ലെങ്കിൽ യോഗ ശാസ്ത്രപ്രകാരം പറയുമ്പോൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, അത് കഴിഞ്ഞിട്ട് സമാധി. അപ്പോൾ യോഗശാസ്ത്രത്തിലൂടെ പോകുമ്പോൾ 8ാമത്തെ തലമാണ് സമാധി. അപ്പോൾ അതാണ് ധാരണ എന്നുള്ള അവസ്ഥയ്ക്ക് അപ്പുറം എത്തിച്ചേരേണ്ട സ്വസ്ഥഭാവമാണ്, അല്ലെങ്കിൽ തന്നിൽ തന്നെ ഇരിക്കേണ്ട ഒരു ഭാവമാണ്. അപ്പോൾ നമ്മൾ ഈ യമനിയമാദികളെ കഴിഞ്ഞ് ആസനങ്ങൾ കഴിഞ്ഞ് പ്രാണായാമാദികൾ കഴിഞ്ഞ് പ്രത്യാഹാരം, ധാരണ കഴിഞ്ഞ് ധ്യാനം എന്ന തലത്തിലേക്ക് ഉയർന്ന്, ധീയുടെ യാനമാണ് ധ്യാനം. അപ്പോൾ ധ്യാനം എന്ന തലത്തിലേക്ക് ഉയർന്ന് അതിനപ്പുറം എത്തേണ്ടതാണ് സമാധി. അപ്പോൾ യോഗതന്ത്ര ശാസ്ത്രപ്രകാരം നമ്മൾ യോഗാസനങ്ങളിലൂടെ ഈ തലങ്ങളിലൂടെയൊക്കെ കടന്നുപോയി നമ്മുടെ പ്രാണനെ നമ്മൾക്ക് നിയന്ത്രണ വിധേയമായി അതിനെ നമ്മുടെ സുഷുമ്നയിലൂടെ പ്രവേശിപ്പിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ നമ്മൾക്ക് ശിരസ് പിളർന്ന് ജീവനെ കളയുവാൻ കഴിയുമെന്നാണ് പറയുന്നത്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണമെന്നും പറയുന്നു. അങ്ങനെ അങ്ങനെ മരണപ്പെട്ട അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് ജീവൻ വെടിഞ്ഞ വ്യക്തികൾ പലരും ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ യോഗതന്ത്ര ശാസ്ത്രത്തിൽ സമാധി എന്ന് പറയുന്നത് അതാണ്. അത് മാത്രമല്ല, ഇപ്പൊ സമാധി പല വിധത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ ശാക്തേയ വിധാനത്തിലൊക്കെ പറയുകയാണെങ്കിൽ സമാധി ഇരുത്തുന്നതിനേക്കാൾ കൂടുതൽ അവരെ ഗുരുനാഥന്റെ മരണസമയത്ത് അത് ശിഷ്യന് ചില ഉപദേശങ്ങൾ കൊടുക്കുകയും ആ സമയത്ത് ചില മന്ത്രബാല പോലുള്ള മന്ത്രങ്ങളൊക്കെ ശിഷ്യന്മാർ ജപിക്കാൻ പറയുകയും അതുപോലെ തന്നെ ചില സങ്കല്പങ്ങളിൽ ഇളനീര് വെട്ടിവെക്കുക, അതുപോലെ തന്നെ യോഗിനി അങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ ചില വിശേഷ മന്ത്രജപങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശാക്തേയ പദ്ധതിയിലും പറഞ്ഞു കേൾക്കുന്നു. അതിനുശേഷം ഗുരുനാഥന്റെ മരണശേഷം അത് ചിതാഭസ്മം, ഗുരുനാഥന്റെ ബോഡി അതിനെ നമ്മൾ അഗ്നിക്കിരയാക്കി ആ ചിതാഭസ്മം വെള്ളിയിലോ മറ്റോ ഉള്ള കുടങ്ങളിൽ സൂക്ഷിച്ച് അതിനതുപോലെ ഭൂമിക്കടിയിൽ അറകളുണ്ടാക്കി അതിന് മണ്ഡപം എന്നാണ് പറയുക. അപ്പം അങ്ങനെ ഉണ്ടാക്കി അതിന് മേലെ ശിലാഫലങ്ങൾ വെച്ച് മൂടി അതിന് മുകളിൽ ആ ദേവൻ ആ വ്യക്തി ഉപാസിച്ച ദേവതയെ പ്രതിഷ്ഠിച്ച്
അതിന് ഒരു ക്ഷേത്രമായി ആരാധിക്കുന്ന സമ്പ്രദായങ്ങൾ പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പലതും നമ്മുടെ ക്ഷേത്രങ്ങളായിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ പല മഹാക്ഷേത്രങ്ങളിലും യോഗീശ്വരന്മാരുടെ പ്രതിഷ്ഠകളുണ്ട്. ഈ യോഗീശ്വരന്മാരുടെ ഒക്കെ പ്രതിഷ്ഠകൾ എന്ന് പറയുന്നതൊക്കെ അവിടെ സമാധിയായ വ്യക്തികളുടെ പ്രതിഷ്ഠകൾ. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് വളരെ പവിത്രമെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്രയും പവിത്രതയോടുകൂടി കാണുന്ന പല ക്ഷേത്രങ്ങളിലും ഇതേപോലെ സമാധികളുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. രാമേശ്വരം എടുത്താലും പഴനിമല എടുത്താലും ഇപ്പൊ നമ്മുടെ വടക്കുന്നാഥന്റെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലടക്കം യോഗീശ്വര സങ്കല്പങ്ങളിൽ അവിടെ സന്നിധികളുണ്ട്. അതൊക്കെ പൂർവികരായ ഉപാസകരുടെയോ അല്ലെങ്കിൽ മറ്റ് സന്യാസിമാരുടെയോ സമാധിയാണ്. അപ്പോൾ ശങ്കരാചാര്യ സമാധിയാണ് എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട്, വടക്കുന്നാഥന്റെ അമ്പലത്തിലെ സമാധി എന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ വളരെ പുച്ഛമായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നുള്ള ധാരണയിലോ ഒന്നും ചിന്തിക്കേണ്ടതല്ല. അപ്പം അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ പലതും പറയുമ്പോൾ അതിനെ ഏറ്റുപിടിക്കേണ്ടവരല്ല നമ്മളെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പം നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ സമ്പ്രദായത്തിലും സമാധി എന്ന സങ്കല്പങ്ങളുണ്ട്, ആരാധനകളുണ്ട്, പൂർവിക സങ്കല്പത്തിൽ അതൊക്കെയുണ്ട്. അപ്പം അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന തലങ്ങൾ, ഇപ്പോൾ മരണാനന്തരം ഒരു സന്യാസി മരിച്ച സമാധിയായി എന്ന് പറയുന്നതും സമാധി എന്ന അവസ്ഥയും വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. സമാധി എന്ന് പറഞ്ഞാൽ അതാണ് മരണത്തോടെ കിട്ടേണ്ടതല്ല, അതൊരു അവസ്ഥയാണ്, അത് എത്തിച്ചേരേണ്ട തലമാണ് സമാധി എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് മരണാനന്തരം മറ്റുള്ളവർ ചെയ്യുന്ന ക്രിയ സമാധി ഇരുത്തുക എന്ന് പറഞ്ഞ ക്രിയ ചെയ്യുമെങ്കിലും നമ്മളാണ്, ഒരു മരണപ്പെടുന്ന വ്യക്തി എത്തപ്പെടേണ്ട തലമാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സമാധിയെക്കുറിച്ച് പുച്ഛമായിട്ട് എഴുതുന്നവരും അല്ലെങ്കിൽ ഇതിനെ ഏറ്റുപിടിക്കുന്ന ഹിന്ദുക്കൾ പലപ്പോഴും കൺഫ്യൂഷൻ, ഇതെന്താ സംഭവം, ഇതെന്താ ശരിയാണോ തെറ്റാണോ, ഇതിനെക്കുറിച്ച് എന്താ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സമാധി വെച്ച് അതാണോ, അങ്ങനെ അത് ഒരു ശവകുടീരമാണ്. മറിച്ച് നമ്മൾ സമാധി ഇരുത്തുക എന്ന് പറയുന്നതും സമാധി എന്ന അവസ്ഥയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നമ്മൾക്ക് വരുന്ന തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. കാരണം ഈ നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, കേരളത്തിൽ പലവിടെയുണ്ട്, തമിഴ്നാട്ടിലൊക്കെ പോയാൽ ഒരുപാട് സിദ്ധന്മാരുടെ സമാധികളുണ്ട്. സിദ്ധ പരമ്പരയിൽപ്പെട്ടവരുടെ സമാധി, ജീവസമാധികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഓൾ ഓവർ ഇന്ത്യ നമ്മൾ പോയാൽ കൂടി അങ്ങനെയുള്ള സമാധികളുണ്ട്. പല മഹാക്ഷേത്രങ്ങളുടെയും അടിസ്ഥാനം സമാധിയാണ് എന്ന് മനസ്സിലാക്കി. നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റ് പല മഹാക്ഷേത്രങ്ങളിലും യോഗീശ്വരന്മാരുടെ പ്രതിഷ്ഠകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. അതൊക്കെ ഇതുപോലെ സമാധിയാണ് എന്ന് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അപ്പൊ സമാധി എന്ന സങ്കല്പം ഹൈന്ദവ വിശ്വാസപ്രകാരം കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത് തന്നെയാണ്. മറിച്ച് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു രീതിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു തല്ലിക്കൊന്നിട്ടോ അല്ലെങ്കിൽ വേറെ അധികം രീതിയിൽ മരിച്ച ഒരാളെ വേഗം കൊണ്ട് ഇരുത്തി അടക്കം ചെയ്യുന്നതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇത് എൻ്റെ ചില അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, എങ്കിലും സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ ഇതിലൂടെ ശ്രമിച്ചത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.